ഇവിടെ ശ്വേതാ മേനോനാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ദുരന്ത എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന എന്റെ പൊന്നു ദൈവമേ, ശ്വേതയെ വെളുപ്പിക്കാൻ വേണ്ടി ചാണക ഗ്രൂപ്പിൽ നിന്ന് മുതിർന്ന നേതാക്കന്മാര് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളി പറയുന്ന നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ ശ്വേതയെ കുറിച്ചാ. ശ്വേതാ മേനോൻ ഒരു ദേശീയവാദിയാണ് എന്ന് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. ശ്വേതാ മേനോൻ നരേന്ദ്രമോദിയുടെ ഭക്തയാണ് എന്നും അറിയാം. എന്റെ പൊന്നോ, മോദി ഭക്തയാണ്. ഇനി വേറൊന്നും വേണ്ടല്ലോ. എന്തായാലും കലക്കിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ഒന്ന് കമന്റ് ചെയ്തേരെ. ഇനിയും പുള്ളി വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ. ഞങ്ങൾ ഇന്നസെന്റ് പ്രസിഡന്റ് ആയപ്പോൾ CPM പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ പിഷാരടി പ്രസിഡന്റ് ആയപ്പോൾ കോൺഗ്രസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞിട്ടില്ല. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. നാളെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയെക്കുറിച്ചും ഞങ്ങൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ ഒരു മാന്യത പാലിച്ചിട്ടുണ്ട്. അപ്പുകുട്ടൻ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാ. അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഇന്നസെന്റ് ആയിക്കോട്ടെ, അതേപോലെ രമേശ് പിഷാരടി ആയിക്കോട്ടെ, ഇവരൊക്കെ രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെ തന്നെ ഉള്ളവരാണ്. ഇവർക്കൊക്കെ രാഷ്ട്രീയം വേറെ, സിനിമ വേറെ. അല്ലാതെ സിനിമയിലേക്ക് വന്നിട്ട് വിഷം കുത്തിവെക്കുകയാണ് ഇവരുടെ പരിപാടി, അല്ലാതെ കമ്മീഷൻ പറ്റുകയാണ് ഇവരുടെ പരിപാടി, അല്ലാതെ വേറെ വേറെ അജണ്ടകൾ കൊണ്ടുവന്ന് സിനിമാ മേഖലയിൽ വിഷം കുത്തിവെക്കുകയാണ് ഇവരുടെ പരിപാടി. എന്തായാലും പുള്ളി അവസാനം പറയുന്ന ഒരു തള്ളലുണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ. മയക്കുമരുന്ന് നടക്കുന്നു, രാജ്യവിരുദ്ധ പ്രവർത്തികൾ നടക്കുന്നു, കേസുകൾ പോലും എടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല. ഇനി ഇതിലൊക്കെ പ്രതികരിക്കണമെന്നാണോ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് വേഷവും കോൺഗ്രസ് വേഷവും കെട്ടിയ ചില സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്രതികരിച്ചു തുടങ്ങാം. ഞങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയാൽ ഇവിടത്തെ പലരുടെയും മുഖം മൂടി പിച്ചു ചീന്തപ്പെടുമെന്ന് BJP ഓർമ്മിപ്പിക്കുകയാണ്. പരനാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണ? ബോറ നിനക്ക് വേണം, നീ ഉണ്ടാക്കും കുറെ. പിന്നെ 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 നിങ്ങൾ ഇറങ്ങിയത് കൊണ്ടാണല്ലോ പാലക്കാട് ഒരു തോറ്റ MLA, നിഴൽ MLA. ആദ്യം പോയി അതിന്റെ സ്വഭാവം നിങ്ങൾ നോക്കണം, എന്നിട്ട് സിനിമാക്കാരുടെ നെഞ്ചത്തോട്ട് കയറും. ഇവരെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തായാലും ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് താണ്ടെ ഓർമ്മ വന്നത് ഈ സീനാ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഓ